Good afternoon, all of you, and welcome to the world of statistics. Today, we are discussing sampling survey methods. Actually, നമ്മൾ estimation, testing അങ്ങനെ കുറേ chapters for statistical assistant നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാം, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിന് കൊടുത്ത ഒരു ലെവലിലല്ല ASRB നെറ്റിനെ കാണേണ്ടത് അല്ലെങ്കിൽ ARS നെറ്റിനെ കാണേണ്ടത്. ബിക്കോസ് അത് ഒരു പടി മുകളിലുള്ള ഒരു എക്സാം ആണ്. So obviously need more things to discuss. കുറച്ചും കൂടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ARS നെറ്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പോർഷൻസ് ആണ് സാമ്പിളിംഗ് സർവേ മെത്തേഡ്സും ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. പിന്നെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പോകെയുള്ള ക്ലാസ്സുകളിൽ എടുക്കാം. സോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എങ്ങനെ ARS നെറ്റ് ക്രാക്ക് ചെയ്യാം, അതിന് പ്യുവർ തിയറി അങ്ങനെ പഠിക്കാണ്ട് കുറച്ച് ട്രിക്സും കാര്യങ്ങളും എളുപ്പവഴികളും ഒക്കെ വെച്ചിട്ട് എങ്ങനെ പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ സമയത്തെ പോലെ ഡിസ്കഷൻസും ഒക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് പറയണം എന്നുണ്ടെങ്കിൽ, സജഷൻസ് ഉണ്ടെങ്കിൽ ഒക്കെ കമന്റ് ബോക്സിൽ പറയാം. സോ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, ആൻഡ് ഒബ്വിയസ്ലി ഇൻവെസ്റ്റിഗേറ്ററിന്റെ സമയത്തെ പോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുമ്പോൾ എന്തൊക്കെയാണ് ആക്ച്വലി ഏതൊക്കെ വീഡിയോസ് ആണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവില്ല. സോ സബ്സ്ക്രൈബ് ചെയ്യുക, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ സാമ്പിളിംഗ് സർവേ മെത്തേഡ്സ്. സാമ്പിളിംഗ് സർവേ മെത്തേഡ്സ് പറയുമ്പോൾ അവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് കാര്യങ്ങളാണ് പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ എന്ന് പറയുന്നത്. പോപ്പുലേഷനും സാമ്പിളും. എന്താണ് പോപ്പുലേഷൻ, എന്താണ് സാമ്പിൾ? സോ ഫസ്റ്റ് ഓഫ് ഓൾ, പോപ്പുലേഷൻ. സോ വാട്ട് ഡു യു മീൻ ബൈ എ പോപ്പുലേഷൻ? The aggregate or collection of all units in a given region. നമ്മൾ ഏത് റീജിയൻ ആണോ പേർപ്പസ്ഫുള്ളി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്, ആ റീജിയണിലുള്ള ടോട്ടൽ അഗ്രിഗേഷനെ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു കോളേജ് ആണ്, ഒരു കോളേജിന്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് ഒക്കെയാണ് സ്റ്റഡി ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ എൻറ്റയർ സ്റ്റുഡൻസ് ഇൻ ദ കോളേജ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ പോപ്പുലേഷൻ, അല്ലെ? അതാണ് ആ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ സ്റ്റഡി ചെയ്യാൻ എടുക്കുന്ന ആ എൻറ്റയർ റീജിയണിലെ, ഗിവൺ റീജിയണിലെ എൻറ്റയർ യൂണിറ്റ്സിന്റെ കളക്ഷനെയാണ്, അഗ്രിഗേറ്റ് ഓഫ് ഓൾ യൂണിറ്റ്സ് ഇൻ ദാറ്റ് റീജിയൺ ഇസ് നോൺ ആസ് പോപ്പുലേഷൻ. ആൻഡ് എന്താണ് സാമ്പിൾ? സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റെപ്രസെന്റേറ്റീവ് പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ റെപ്രസെന്റേറ്റീവ് പാർട്ടിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു റെപ്രസെന്റേറ്റീവ് സെഗ്മെന്റിനെയാണ് സാമ്പിൾ എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ ദാറ്റ് ഇസ് സാമ്പിൾ. ആൻഡ് ഓൾസോ, എന്തിനാണ് നമ്മൾ ഒരു പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ എടുക്കുന്നത്? നമുക്കിപ്പോ എല്ലാ സിറ്റുവേഷനിലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സാമ്പിൾ ആവശ്യമായിട്ട് വരുന്നത് വെൻ ദ പോപ്പുലേഷൻ ഇസ് ഇൻഫൈനൈറ്റ്. പോപ്പുലേഷൻ ഇൻഫൈനൈറ്റ് ആകുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ, അല്ലെ? നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ഒരു ഇൻഫൈനൈറ്റ് പോപ്പുലേഷനിൽ നിന്ന് കളക്ട് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. അല്ലെങ്കിൽ ഒരു ഡിസ്ട്രോയിഡ് പോപ്പുലേഷൻ ആണെങ്കിൽ ഇപ്പൊ പലയിടത്തെയും ഇൻഫർമേഷൻസ് ഒന്നും അവൈലബിൾ അല്ല, അല്ലെങ്കിൽ പല യൂണിറ്റുകളും പല ഇൻഡിവിജ്വൽസും ഏതാന്ന് അറിയില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് പോപ്പുലേഷൻ അപ്പാടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വി ആർ സെലക്ടിങ് എ റെപ്രസെന്റേറ്റീവ് പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ. നമ്മൾ ആ പോപ്പുലേഷന്റെ ഒരു റെപ്രസെന്റേറ്റീവ് പാർട്ട് ചൂസ് ചെയ്യും ആൻഡ് സ്റ്റഡി ദാറ്റ് റെപ്രസെന്റേറ്റീവ് പാർട്ട് ഉള്ളി. എന്നിട്ട് ആ പാർട്ട് മാത്രം സ്റ്റഡി ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമ്മൾ പോപ്പുലേഷനെ ഫുള്ളി എന്ത് ചെയ്യും? ഇൻഫർ ചെയ്യും. അതായത് ഒരു സാമ്പിളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് ദ എൻറ്റയർ പോപ്പുലേഷനെ നമ്മൾ ഇൻഫർ ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സാമ്പിൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ നമ്മൾ സാമ്പിളിനെ പറ്റി പറയുമ്പോൾ അവിടെ നമുക്ക് ഇന്നവിറ്റബിൾ ആയിട്ടുള്ള രണ്ടാൾക്കാരാണ് കംപ്ലീറ്റ് എന്യൂമറേഷൻ, അതേ നമുക്ക് സെൻസസ് എന്നും വിളിക്കാം, ആൻഡ് സാമ്പിളിംഗ്.
Complete enumeration and sampling. And what is complete enumeration? Way of obtaining the required information at regional or national level to collect the data for each and every unit in the population. ഒരു പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ഡേറ്റ കളക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മോസ്റ്റ്ലി ഒരു ഫൈനൈറ്റ് പോപ്പുലേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ ആക്ച്വലി. അപ്പൊ നമ്മളൊരു ഫൈനൈറ്റ് പോപ്പുലേഷനിലെ ഈച്ച് ആൻഡ് എവറി യൂണിറ്റിൽ നിന്നും ഡേറ്റാസ് കളക്ട് ചെയ്ത് ഇൻഫറൻസ് ഉണ്ടാക്കുന്നതിനെയാണ് കംപ്ലീറ്റ് എന്യൂമറേഷൻ അല്ലെങ്കിൽ സെൻസസ് എന്ന് പറയുന്നത്. നമുക്കറിയാം അത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. ബിക്കോസ് ഒരു പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ സാമ്പിളിനേക്കാൾ ഐറ്റംസ് ഉണ്ടാവും. അപ്പൊ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? The process of obtaining required information from each and every unit in the sample. സാമ്പിളിലെ എല്ലാ യൂണിറ്റിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്ത് ഒരു ഇൻഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ കേൾക്കുമ്പോൾ തന്നെ അറിയാം സാമ്പിളിംഗ് ഈസ് മോർ പ്രിഫറബിൾ. സാമ്പിളിംഗ് ആണ് എപ്പോഴും പ്രിഫറബിൾ. എന്തുകൊണ്ടാ? ലെസ് ടൈം കൺസ്യൂമിംഗ് ആണ്, ലെസ് ലേബർ മതി, ലെസ് കോസ്റ്റ് മതി, ആക്യുറസി അത്യാവശ്യം ഉണ്ടാവും. ആ ആക്യുറസിയുടെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ എററിനെ പറ്റി പറയേണ്ടത്. ബിക്കോസ് 1000 പേരുള്ള ഒരു പോപ്പുലേഷനെ പറ്റി എനിക്കൊരു ഇൻഫറൻസ് പ്രൊവൈഡ് ചെയ്യണം. എനിക്ക് അതിനുള്ള സമയമില്ല, ലേബർ ഇല്ല. സോ ഞാൻ സാമ്പിളിംഗ് ആണ് അവിടെ ചെയ്തത്. ഞാനൊരു റെപ്രസെന്റേറ്റീവ് സാമ്പിൾ എടുത്തിട്ടാണ് ഇൻഫറൻസ് പ്രൊവൈഡ് ചെയ്തത്. സോ ഒബ്വിയസ്ലി എടുത്ത സാമ്പിളിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവിടെ എററും ഉണ്ടാവും. എന്നാലും നല്ല സാമ്പിൾ ചൂസ് ചെയ്താൽ, ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സാമ്പിൾ സൈസ്, നല്ലൊരു സാമ്പിൾ ചൂസ് ചെയ്താൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ കിട്ടും. പിന്നെ സ്കോപ്പ് കൂടുതൽ സാമ്പിളിങ്ങിനാണ്. ഓക്കെ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി സാമ്പിൾ എടുക്കണം എന്ന് പറഞ്ഞല്ലോ. ഈ സാമ്പിൾ എങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം? 2 രീതിയിൽ നമുക്ക് ഈ സാമ്പിൾ എടുക്കാം. ഒന്നുകിൽ വിത്ത് റീപ്ലേസ്മെന്റിൽ എടുക്കാം, അല്ലെങ്കിൽ വിതൗട്ട് റീപ്ലേസ്മെന്റിൽ എടുക്കാം. ഈ റീപ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ച് പ്ലേസ് ചെയ്യുക, തിരിച്ച് അതിലേക്ക് ഇടുക. സോ വിത്ത് റീപ്ലേസ്, ഒന്നുകിൽ എടുത്തത് വീണ്ടും തിരിച്ചിട്ടിട്ട് നമുക്ക് സാമ്പിൾ എടുക്കാം, അല്ലെങ്കിൽ എടുത്തത് വീണ്ടും തിരിച്ചിടാതെ സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ 1000 പേരുള്ള ഒരു പോപ്പുലേഷൻ ആണെങ്കിൽ ഞാൻ ആദ്യം ഒരാളെ ചൂസ് ചെയ്തു, ഞാൻ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോട്ട് ചെയ്തു, എന്നിട്ട് വീണ്ടും തിരിച്ചിട്ടു, അയാളെ പോപ്പുലേഷനിലേക്ക് തന്നെ പറഞ്ഞു വിട്ടു. അത് വിത്ത് റീപ്ലേസ്മെന്റ്. ഇനി ഞാൻ ആളെ സെലക്ട് ചെയ്തു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ പോപ്പുലേഷനിൽ നിന്ന് മാറ്റി നിർത്തി. സോ ദാറ്റ് ഇസ് വിതൗട്ട് റീപ്ലേസ്മെന്റ്. ഓക്കെ, സോ ദീസ് ആർ വിത്ത് ആൻഡ് വിതൗട്ട് റീപ്ലേസ്മെന്റ്. ഇനി 2 രീതിക്കും എങ്ങനെയാണ് സാമ്പിൾ ചൂസ് ചെയ്യുന്നത്? വിത്ത് റീപ്ലേസ്മെന്റിലാണെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ ആൻഡ് യൂണിറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക പോപ്പുലേഷനിൽ. ടോട്ടൽ ക്യാപിറ്റൽ ആൻഡ് യൂണിറ്റ്സ് ഉണ്ട് പോപ്പുലേഷനിൽ. വി നീഡ് സ്മോൾ എൻ ഐറ്റംസ് ഫോർ ദ സാമ്പിൾ. ഒരു സാമ്പിളിൽ സ്മോൾ എൻ ആൾക്കാർ വേണം. അങ്ങനെയുള്ള എത്ര സാമ്പിളുകൾ എടുക്കാം വിത്ത് റീപ്ലേസ്മെന്റിൽ? വിത്ത് റീപ്ലേസ്മെന്റിലാണെങ്കിൽ അങ്ങനെയുള്ള n സാമ്പിളുകൾ ഫോം ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ എൻ യൂണിറ്റുകളുള്ള ഒരു പോപ്പുലേഷനിൽ നിന്ന് സ്മോൾ എൻ യൂണിറ്റുകളുള്ള n സാമ്പിളുകളെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ വിതൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ ക്യാപിറ്റൽ എൻ ആൾക്കാരുള്ള ഒരു പോപ്പുലേഷനിൽ നിന്ന് സ്മോൾ എൻ ആൾക്കാരുള്ള NCN സാമ്പിൾസ് ഫോം ചെയ്യാൻ പറ്റും. NCN സാമ്പിൾസ് ഫോം ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലാവും, വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ സാമ്പിൾസ് ഒക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കുകയല്ല, ബിക്കോസ് നമ്മൾ എടുക്കുന്നതിനൊക്കെ റീപ്ലേസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ വിത്ത് റീപ്ലേസ്മെന്റ് ആവുമ്പോ എന്താവില്ല? ഡിസ്റ്റിങ്ക്റ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ മോർ സാമ്പിൾസ് ഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് n വന്നത്. വിതൗട്ട് റീപ്ലേസ്മെന്റ് ആവുമ്പോ ഡിസ്റ്റിങ്ക്റ്റ്, വിത്തൗട്ട് റീപ്ലേസ്മെന്റ് തിരിച്ചിടുന്നില്ല. സോ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പൊ കുറച്ച് സാമ്പിൾസേ ഫോം ചെയ്യാൻ പറ്റുള്ളൂ, NCN. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണെങ്കിൽ വെറുതെ നിങ്ങൾക്ക് എഴുതി നോക്കാം. ക്യാപിറ്റൽ N ഇസ് ഈക്വൽ ടു ഒരു 10ഉം സ്മോൾ n ഇസ് ഈക്വൽ ടു 3ഉം ആണെങ്കിൽ വിത്ത് റീപ്ലേസ്മെന്റിലാണെങ്കിൽ നമുക്ക് 10⁻³ സാമ്പിൾസ് ഫോം ചെയ്യാൻ പറ്റും.
വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ NCN സാമ്പിൾസ്, അതായത് 10Z3 സാമ്പിൾസ്, വളരെ കുറച്ച് സാമ്പിൾസേ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ 3 പേര് വീതമാണല്ലോ. അപ്പോ 1, 2, 3, 2, 3, 4 എക്സെട്ര. ഇതെന്താ? ഡിസ്റ്റിങ്ക്റ്റ് അല്ല. കാര്യം ഞാനിത് വിത്ത് റീപ്ലേസ്മെന്റിലാണ് എഴുതിയത്. അതുകൊണ്ടാണ് 2 വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നത്. വിതൗട്ട് റീപ്ലേസ്മെന്റ് ആവുമ്പോൾ പിന്നെ 2 വരില്ല, ബിക്കോസ് 2നെ ഞാൻ മാറ്റി നിർത്തണമല്ലോ. ഓക്കെ, ഇതാണ് വിത്ത് റീപ്ലേസ്മെന്റിലും വിതൗട്ട് റീപ്ലേസ്മെന്റിലും വരുന്ന സാമ്പിളുകൾ. ഇനി കുറച്ച് കുഞ്ഞു കുഞ്ഞു ടേമുകളുണ്ട്. അതിനു മുന്നേ ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മള് സാമ്പിൾ എടുക്കുമ്പോ നമ്മൾ എടുക്കുന്ന സാമ്പിളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടെ എറേഴ്സ് സംഭവിക്കാം. അങ്ങനെ നമുക്ക് സംഭവിക്കാവുന്ന 2 എററുകളാണുള്ളത്. ഒന്ന് സാമ്പിളിംഗ് എറർ, രണ്ട് നോൺ സാമ്പിളിംഗ് എറർ. സാമ്പിളിംഗ് എറർ ആൻഡ് നോൺ സാമ്പിളിംഗ് എറർ. വാട്ട് ഈസ് സാമ്പിളിംഗ് എറർ? സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ഇൻ സാമ്പിളിംഗ് ടെക്നിക് ഓൺലി. സാമ്പിളിംഗ് ടെക്നിക്കുകളിൽ മാത്രം കാണപ്പെടുന്ന എററുകളാണ് സാമ്പിളിംഗ് എറേഴ്സ്. ബിക്കോസ് സാമ്പിളിംഗ് എറർ, അതായത് സാമ്പിൾ ചൂസ് ചെയ്യുമ്പോൾ എറർ ആണ്. അപ്പൊ അത് സാമ്പിളിംഗിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ പ്രസന്റ് ഇൻ സാമ്പിളിംഗ് ടെക്നിക്സ്, സാമ്പിളിംഗ് ടെക്നിക്കുകളിൽ മാത്രമേ ഉള്ളൂ. രണ്ട്, these are the difference between statistic and estimate. സ്റ്റാറ്റിസ്റ്റിക്കും എസ്റ്റിമേറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസും കൂടെയാണിത്. സ്റ്റാറ്റിസ്റ്റിക്കും എസ്റ്റിമേറ്റും കൂടെയുള്ള ഡിഫറൻസ് ആണ് സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് എന്യൂമറേഷനിൽ ഇതില്ല. അതായത് സെൻസസിൽ ഇതില്ല. ഈ എറർ സെൻസസിൽ ഉണ്ടാവാറില്ല. എന്തുകൊണ്ടാ? അത് നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ് എന്യൂമറേഷൻ ആണ്. അതായത് എൻറ്റയർ പോപ്പുലേഷനെ സ്റ്റഡി ചെയ്യുന്നുണ്ട്, സാമ്പിളിന്റെ ആവശ്യം വരുന്നില്ല. സോ സാമ്പിളിംഗ് എറേഴ്സ് ഉണ്ടാവില്ല. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, as sample size increases, the sampling errors decreases. അതായത് സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സാമ്പിൾ സൈസ് ആയിരിക്കും. അതായത് മാക്സിമം സാമ്പിൾസ് കൂട്ടിയെടുത്താൽ നമുക്ക് സാമ്പിളിംഗ് എറേഴ്സ് കുറയ്ക്കാം. അപ്പൊ എന്തായാലും റെപ്രസെന്റേറ്റീവ് പാർട്സ് കയറി വരും. സോ സാമ്പിളിംഗ് എറർ ഇസ് എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സാമ്പിൾ സൈസ് ആയിരിക്കും. ഓക്കെ, ഇതേപോലെ നോൺ സാമ്പിളിംഗ് എറേഴ്സ് പറയുകയാണെങ്കിൽ, നോൺ സാമ്പിളിംഗ് എറേഴ്സ് പ്രസന്റ് ഇൻ ബോത്ത് സെൻസസ് ആൻഡ് സാമ്പിളിംഗ് സർവേസ്. സെൻസസിലും സാമ്പിൾ സർവേസിലും ഇത് പ്രസന്റ് ആണ്. സെൻസസിലും സാമ്പിളിംഗിലും നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഉണ്ടാവാറുണ്ട്. ആൻഡ് ഇത് എപ്പോഴാണ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് സംഭവിക്കുന്നത്? എറേഴ്സ് ഒക്കറിംഗ് അറ്റ് ദ ടൈം ഓഫ് കളക്ഷൻ ഓഫ് ഡേറ്റ. ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് എറർ ഉണ്ടാവാം, ടാബുലേഷന്റെ സമയത്ത് ഉണ്ടാവാം, അനാലിസിസിന്റെ സമയത്ത് ഉണ്ടാവാം, ഇന്റർപ്രിട്ടേഷന്റെ സമയത്ത് ഉണ്ടാവാം. മോർ എറേഴ്സ് സംഭവിക്കുന്നത് മിക്കവാറും കളക്ഷൻ ഓഫ് ഡേറ്റ സമയത്താണ്. അതായത് നമ്മളിപ്പോൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നോൺ റെസ്പോൺസുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ചില ഇൻഡിവിജ്വൽസിന്റെ അൺഅവൈലബിലിറ്റി ഉണ്ടാവാം. സോ വോട്ട് എവർ, അങ്ങനെ വരുമ്പോഴൊക്കെ നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഉണ്ടാവാം. അതേപോലെ ടാബുലേഷന്റെ സമയത്ത്, അനാലിസിസിന്റെ സമയത്ത്, ഇന്റർപ്രിട്ടേഷന്റെ സമയത്ത് ഒക്കെ നോൺ സാമ്പിളിംഗ് എറേഴ്സ് സംഭവിക്കാം. ആൻഡ് ഫീൽഡ് സർവേസിൽ നോൺ സാമ്പിളിംഗ് എറേഴ്സ് വരാം. ഫീൽഡ് സർവേസിൽ നോൺ സാമ്പിളിംഗ് എറേഴ്സ് വരാം. ആൻഡ് ഫൈനലി, as sample size increases, non-sampling errors also increases. കാര്യം സാമ്പിൾ സൈസ് അത്രയും കൂടുക. ഈ നോൺ സാമ്പിളിംഗ് എറേഴ്സ് സംഭവിക്കുന്നത് ഈ കളക്ഷൻ ഓഫ് ഡേറ്റയിലും ടാബുലേഷനിലും അനാലിസിസിലും ഒക്കെ ആണല്ലോ. അപ്പൊ സാമ്പിൾ സൈസ് കൂടുമ്പോൾ ഇതൊക്കെ കൂടും. അപ്പൊ നോൺ സാമ്പിളിംഗ് എറേഴ്സും കൂടും. ആ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇങ്ങനെയുള്ള പോയിന്റുകൾ ഇപ്പോൾ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, പക്ഷെ ഇങ്ങനെയുള്ള പോയിന്റുകൾ ഒന്ന് ചുറ്റി വളച്ച് ഒരു MCQയിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. സോ സാമ്പിൾ സൈസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/n in sampling errors and directly proportional to non sampling errors. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കാം. ഇനി നമ്മൾ ഇവിടെ ഒരു പോപ്പുലേഷന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഫൈനൈറ്റ് പോപ്പുലേഷൻ ഉണ്ട്, ഇൻഫൈനൈറ്റ് പോപ്പുലേഷൻ ഉണ്ട്.
റിയൽ പോപ്പുലേഷൻ ഉണ്ട്, ആൻഡ് ഫൈനലി ഹൈപ്പോത്തറ്റിക്കൽ പോപ്പുലേഷൻ ഉണ്ട്. 4 തരത്തിലുള്ള പോപ്പുലേഷനുകളാണ് നമുക്കുള്ളത്. ആൻഡ് വാട്ട് ഇസ് ഫൈനൈറ്റ് പോപ്പുലേഷൻ? ഇറ്റ് ഇസ് കൗണ്ടബിൾ, നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഫിക്സഡ് ആൻഡ് ലിമിറ്റഡ് ഐറ്റംസ്. വളരെ കുറച്ചെണ്ണം ആൾക്കാരെ ഉണ്ടാവുള്ളൂ, അത് ഫൈനൈറ്റ് ആയിരിക്കും, അതായത് കൗണ്ടബിൾ ആയിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. അതായത് നമുക്ക് എണ്ണി എടുക്കാൻ പറ്റുന്ന ഒരു പോപ്പുലേഷൻ. ഫോർ എക്സാമ്പിൾ, ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ കോളേജ് എക്സെട്ര. ഇൻഫൈനൈറ്റ് പോപ്പുലേഷനോ, the items, the number of items are infinite. For example, stars in the sky. അത് നമുക്ക് എണ്ണി എടുക്കാൻ പറ്റില്ലല്ലോ, സോ ഇൻഫൈനൈറ്റ് ആണ്. റിയൽ പോപ്പുലേഷൻ, ഐറ്റംസ് ആർ എക്സിസ്റ്റ് ഇൻ റിയൽ. റിയൽ ആയിട്ട് ഐറ്റംസ് എക്സിസ്റ്റ് ചെയ്യുന്ന പോപ്പുലേഷൻ. ഐറ്റംസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ റിയൽ, റിയൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന പോപ്പുലേഷൻ. ഹൈപ്പോത്തറ്റിക്കൽ പോപ്പുലേഷനോ, does not exist in real. ഐറ്റംസ് റിയൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. We generate such population. അങ്ങനെയുള്ള പോപ്പുലേഷൻസിനെ നമ്മൾ ജനറേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ടോസിങ് ഓഫ് എ കോയിൻ. ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, ഹെഡ് ടെയില് ഔട്ട്കംസ് എഴുതുന്നു, സാമ്പിൾ സ്പേസ്. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ പോപ്പുലേഷൻ ആണ്, ബിക്കോസ് വി ജനറേറ്റ് ദാറ്റ് സച്ച് പോപ്പുലേഷൻ, വിച്ച് ഇസ് നോൺ ആസ് ഹൈപ്പോത്തറ്റിക്കൽ പോപ്പുലേഷൻ. ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 പോപ്പുലേഷൻസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, ഇത് അടുത്ത കുറച്ച് പോയിന്റ്സ്. ഇനി ഇതേപോലെ അറിഞ്ഞിരിക്കേണ്ടതാണ് സാമ്പിളിംഗ് യൂണിറ്റ്. അത് ഞാൻ പറയാതെ തന്നെ അറിയാലോ. സാമ്പിളിംഗ് യൂണിറ്റ് എന്താ? ഐഡന്റിഫയബിൾ ആൻഡ് ഒബ്സർവബിൾ യൂണിറ്റ്സ് ഇൻ എ സാമ്പിൾ. ഒരു സാമ്പിളിലെ ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ യൂണിറ്റുകളെയാണ് നമ്മൾ സാമ്പിളിംഗ് യൂണിറ്റുകൾ എന്ന് പറയുന്നത്. സ്റ്റുഡൻസിന്റെ കോളേജ് ആണ് നമ്മുടെ പോപ്പുലേഷൻ എങ്കിൽ ഓരോ സ്റ്റുഡൻസും എന്താണ്? സാമ്പിളിംഗ് യൂണിറ്റുകളാണ്. നെക്സ്റ്റ്, സാമ്പിളിംഗ് ഫ്രെയിം. സാമ്പിളിംഗ് ഫ്രെയിം, സാമ്പിളിംഗ് ഫ്രെയിം എന്താ? The list of sampling units along with their proper identification particulars. ഓരോ സാമ്പിളിംഗ് യൂണിറ്റും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും അതിനെ ഒരു ലിസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് വിളിക്കുന്നത്. ലിസ്റ്റ് ഓഫ് each sampling units with their identification particulars അല്ലെങ്കിൽ characteristics, whatever it is, that is sampling free. Okay, and also what is sampling design? സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സാമ്പിളിംഗ് ഡിസൈൻ? The combination of സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എത്ര സാമ്പിൾ ആണോ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത് അത്രയും സാമ്പിൾസ്. സാമ്പിൾ സ്പേസ് വിത്ത് അസോസിയേറ്റഡ് പ്രോബബിലിറ്റീസ്. ഈ ഒരു ഡിസൈനെയാണ് നമ്മൾ സാമ്പിളിംഗ് ഡിസൈൻ എന്ന് വിളിക്കുന്നത്. The combination of sample space with associated probabilities is known as sampling design. അതായത് ഒരു ബൈവേരിയേറ്റ് പോലെ എഴുതാം, ഒമേഗ പി ഓഫ് എസ്. ഒമേഗയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്, അതായത് the number of samples. And sample strategy. Sample strategy എന്ന് പറഞ്ഞാൽ എന്താ? The combination of sampling design and estimator. സാമ്പിളിംഗ് ഡിസൈനും എസ്റ്റിമേറ്ററും കൂടെ ചേർത്ത് എഴുതുന്ന കോമ്പിനേഷനെയാണ് സാമ്പിൾ സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. അതൊരു ട്രിപ്ലറ്റ് ആയിരിക്കും. ഒമേഗ സാമ്പിൾ സ്പേസ് പി ഓഫ് എസ് ഇത്രയായപ്പോൾ സാമ്പിളിംഗ് ഡിസൈൻ ആയി, ആൻഡ് along with the estimator E. These are known as sampling strategy. Okay. ഇനി
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യമാണ് സ്റ്റാൻഡേർഡ് എറർ. സ്റ്റാൻഡേർഡ് എറർ. ആക്ച്വലി സ്റ്റാൻഡേർഡ് എറർ നമ്മൾ നമ്മുടെ വീഡിയോസിലൊക്കെ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എറർ എന്ന് വിളിക്കുന്നത്. സോ സ്റ്റാൻഡേർഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും വരുന്നത് നമ്മുടെ കൈ സ്ക്വയർ, ടി, എഫ് ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെയാണ്. ഒരു കൈൻഡ് ഓഫ് വേയിൽ അത് കറക്റ്റ് ആണ്. പക്ഷെ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാമ്പിളിംഗ് സർവേ മെത്തേഡ്സ് ആണല്ലോ. അവിടെ ഇപ്പൊ നമുക്ക് കൈ സ്ക്വയറും ടിയും എഫും ഒന്നും പറയേണ്ട ആവശ്യമില്ല, അല്ലെ? അപ്പൊ എന്താണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ അക്കോർഡിംഗ് ടു സാമ്പിളിംഗ് സർവേ മെത്തേഡ്സ്? നമ്മളിപ്പോ ഇവിടെ പറഞ്ഞില്ലേ, നമുക്ക് സാമ്പിൾസ് ഫോം ചെയ്യാം എന്ന് പറഞ്ഞില്ലേ. ഈ സാമ്പിൾസ് ഫോം ചെയ്യുമ്പോൾ ഇപ്പൊ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ സാമ്പിൾസ് എഴുതി, അടുത്ത കോളത്തിൽ നമുക്ക് ഇതിന്റെ മീൻ കണ്ടുപിടിക്കാം, അടുത്ത കോളത്തിൽ ഇതിന്റെ വേരിയൻസ് കണ്ടുപിടിക്കാം. ഇങ്ങനെ നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ടേബിൾ ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഓരോ സാമ്പിൾസും അതിന്റെ ക്യാരക്ടേഴ്സും. ക്യാരക്ടേഴ്സ് ഇൻ ദ സെൻസ് മീൻ, വേരിയൻസ്, ക്വാർട്ടൈൽസ് എക്സെട്ര. ഈ ഒരു ടേബിൾ സ്ട്രക്ചറിനെയാണ്, ഇങ്ങനെയുള്ള പെർട്ടിക്കുലേഴ്സ് ഉള്ള ഒരു ടേബിൾ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കുകളുടെ സ്റ്റാൻഡേർഡ് എറർ പഠിച്ചു വെക്കണം. ഫോർ എക്സാമ്പിൾ സാമ്പിൾ മീൻ, സാമ്പിൾ മീഡിയൻ, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിൾ ക്വാർട്ടൈൽസ്, അങ്ങനെ കുറെ സ്റ്റാറ്റിസ്റ്റിക്കുകളുടെ സ്റ്റാൻഡേർഡ് എറേഴ്സ് നമ്മൾ പഠിച്ചു വെക്കണം. അത് നെക്സ്റ്റ് കമ്മിങ് വീഡിയോസിലൊക്കെ നമുക്ക് പറയാം. ഇനി ഈ സ്റ്റാൻഡേർഡ് എറർ ഇവിടെ പറയാനുള്ള റീസൺ എന്താ, അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഒരു പാരാമീറ്ററിന്റെ എസ്റ്റിമേറ്റിന്റെ പ്രിസിഷൻ, നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരു പാരാമീറ്ററിന്റെ എസ്റ്റിമേറ്റ് ഇസ് നോട്ട് യുണീക്ക്. ആക്ച്വലി ഒരുപാട് എസ്റ്റിമേറ്റുകൾ ഉണ്ടാവാം. അപ്പൊ നമ്മൾ മോർ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റിനെ ചൂസ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആ പ്രിസിഷനും സ്റ്റാൻഡേർഡ് എററും തമ്മിലൊരു ബന്ധമുണ്ട്. പ്രിസിഷൻ ഇസ് ഈക്വൽ ടു 1 സ്റ്റാൻഡേർഡ് എറർ. ഈ പ്രിസിഷനെ നമ്മൾ റിലയബിലിറ്റി എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ പ്രിസിഷൻ ഒരു പാരാമീറ്ററിന്റെ റിലയബിലിറ്റി എന്ന് വിളിക്കാറുണ്ട്. അപ്പോ പ്രിസിഷൻ എന്ന് പറയുന്നത് 1 സ്റ്റാൻഡേർഡ് എറർ ആണ്. അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് എററിന് ഇത്ര ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റാൻഡേർഡ് എററിനെ പറ്റിയിട്ടുള്ള കാര്യം. ഇനി അടുത്തതായിട്ട് നമുക്ക്, അതായത് ഇതൊക്കെ നമുക്ക് അടുത്ത സർവേ മെത്തേഡ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, PPS സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, റേഷ്യോ ആൻഡ് റിഗ്രഷൻ എസ്റ്റിമേറ്റേഴ്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് ഈ ടേംസ് ആവശ്യമാണ്. അപ്പൊ അവിടെ ഞാൻ ഈ ടേംസ് പറയുമ്പോൾ നിങ്ങൾ അതിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് മാത്രം പറയാൻ നമ്മളൊരു വീഡിയോ ചെയ്തത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് relation between MSE, variance and bias. ഇതിവിടെ പറയാനുള്ള ഒരു റീസൺ എന്താ വെച്ചാൽ, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ഈ MSEയും വേരിയൻസും പറയുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, രണ്ടും ഏകദേശം ഒരുപോലെ ഇരിക്കുകയാണല്ലോ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം എന്നുള്ളത്. അത് ഒരു സമയം വരെ ഞങ്ങൾക്കും അത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ നമ്മൾ പഠിക്കുമ്പോഴാണ് അത് അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. സോ MSE, വേരിയൻസ് ആൻഡ് ബയസ്. ആക്ച്വലി MSE is equal to variance plus bias in the square. വേരിയൻസ് പ്ലസ് ബയസിന്റെ സ്ക്വയർ. ഇനി എന്തിനാണ് MSE പറയുന്നത്, എന്തിനാണ് വേരിയൻസ് പറയുന്നത്? ഫസ്റ്റ് വൺ, ഫോർ ബയസ്ഡ് എസ്റ്റിമേറ്റേഴ്സ്. നമ്മൾ പറയുന്നത് ബയസ്ഡ് എസ്റ്റിമേറ്റേഴ്സിന്റെ കേസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് ഒരു ബയസ്ഡ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ, വി വിൽ കാൽക്കുലേറ്റ് MSE. നമ്മൾ MSE കണ്ടുപിടിക്കും. നമ്മളൊരു ബയസ്ഡ് എസ്റ്റിമേറ്ററിനെയാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് MSE ആണ് കണ്ടുപിടിക്കാൻ പറ്റുക. ഇനി നമ്മളൊരു അൺബയസ്ഡ് എസ്റ്റിമേറ്ററിനെയാണ് ഡീൽ ചെയ്യുന്നതെങ്കിലോ, വി വിൽ കാൽക്കുലേറ്റ് ദ വേരിയൻസ്. അപ്പൊ നമ്മൾ വേരിയൻസ് ആണ് കണ്ടുപിടിക്കുക. അതാണ് ഡിഫറൻസ്. ബയസ്ഡ് എസ്റ്റിമേറ്ററിനാണെങ്കിൽ നമ്മൾ MSE കണ്ടുപിടിക്കും, അൺബയസ്ഡ് എസ്റ്റിമേറ്ററിനാണെങ്കിൽ വേരിയൻസ് കണ്ടുപിടിക്കും. ഇനി നെക്സ്റ്റ് പോയിന്റ്, പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ്. വേരിയൻസിന്റെ പോസിറ്റീവ് സ്ക്വയർ റൂട്ടിനെ നമ്മൾ സ്റ്റാൻഡേർഡ് എറർ എന്ന് വിളിക്കും. അതേസമയം പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് MSEയെ റൂട്ട് മീൻ സ്ക്വയർ എന്ന് വിളിക്കും.
റൂട്ട് മീൻ സ്ക്വയർ എന്ന് വിളിക്കും. റൂട്ട് മീൻ സ്ക്വയർ എന്ന് വിളിക്കും. ഓക്കെ, ഇനി രണ്ട് തിങ്സ് ആണ്, നോൺ സാമ്പിളിംഗ് ബയസും നോൺ സാമ്പിളിംഗ് വേരിയൻസും. അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നോൺ സാമ്പിളിംഗ് ബയസ് ആൻഡ് നോൺ സാമ്പിളിംഗ് വേരിയൻസ്. നോൺ സാമ്പിളിംഗ് ബയസ് എന്ന് പറയുന്നത് ആവറേജ് ഓഫ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഓൾ പോസിബിൾ സാമ്പിൾസ്, എല്ലാ പോസിബിൾ സാമ്പിൾസിന്റെയും കൂടെ നോൺ സാമ്പിളിംഗ് എറേഴ്സിന്റെ ആവറേജിനെയാണ് നമ്മൾ നോൺ സാമ്പിളിംഗ് ബയസ് എന്ന് വിളിക്കുന്നത്. അതേപോലെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ സാമ്പിൾസിന്റെയും കൂടെ നോൺ സാമ്പിളിംഗ് എറേഴ്സിന്റെ വേരിയൻസിനെയാണ് നോൺ സാമ്പിളിംഗ് വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇൻഫർമേഷൻ provided by an estimator. Information provided by an estimator, that is denoted by I of theta. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് 1 by variance of theta, രണ്ട് 1 by MSE of theta. ഈ 1 by variance of theta യൂസ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, if it is unbiased. അത് unbiased estimator ആവുന്ന സമയത്ത്. അപ്പൊ MSE എപ്പോഴായിരിക്കും? if it is biased. ഒരു എസ്റ്റിമേറ്റർ ബയസ്ഡ് ആണെങ്കിൽ ആ എസ്റ്റിമേറ്റർ തരുന്ന ഇൻഫർമേഷൻ 1 by MSE of theta ആയിരിക്കും. ഇനിയിപ്പോ അത് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ ആ എസ്റ്റിമേറ്റർ തരുന്ന ഇൻഫർമേഷൻ 1 by variance of theta ആയിരിക്കും. ഇനി പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ എഫിഷ്യൻസിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താ എഫിഷ്യൻസി? എഫിഷ്യൻസി ഓഫ് ദ എസ്റ്റിമേറ്റർ T1 വിത്ത് റെസ്പെക്ട് ടു T2 എന്ന് പറയുന്നത് efficiency of T1 is equal to variance of T2 by variance of T1. ശരിയല്ലേ? variance of T2 by variance of T1. ഇത് നോർമൽ എഫിഷ്യൻസി ഓഫ് ആൻ എസ്റ്റിമേറ്റർ. ഇനി നമുക്ക് ഇതേപോലെ കോസ്റ്റ് എഫിഷ്യൻസീസ് പറയാൻ പറ്റും. കോസ്റ്റ് എഫിഷ്യൻസി സാധാ എഫിഷ്യൻസി ആയിരിക്കില്ല ASRB നെറ്റിട്ട് ചോദിക്കുക. ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടെ ലെവല് കൂടിയിട്ടുള്ള എക്സാം ആണ്. അപ്പൊ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും ചോദിക്കണ്ടാവുക, എന്നാൽ വളരെ സിമ്പിളും ആയിരിക്കും. അത്ര ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ഒന്നും അല്ല ARS നെറ്റിന്റെ എക്സാം. പക്ഷെ ഇതേപോലത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ കോസ്റ്റ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഓഫ് എസ്റ്റിമേറ്റർ 1, ഫസ്റ്റ് എസ്റ്റിമേറ്ററിന്റെ കോസ്റ്റ്, അതിനെ നമുക്ക് C of E1 എന്ന് ഡിനോട്ട് ചെയ്യാം. C of E1. കോസ്റ്റ് ഓഫ് എസ്റ്റിമേറ്റർ 2 C of E2 എന്ന് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെ കോസ്റ്റ് എഫിഷ്യൻസി ഓഫ് E1 എന്തായിരിക്കും? വേരിയൻസ് ഓഫ് E2 ബൈ വേരിയൻസ് ഓഫ് E1 ഇൻറ്റു കോസ്റ്റ് ഓഫ് E2 ബൈ കോസ്റ്റ് ഓഫ് E1. ഇതിനെ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഇൻഫർമേഷൻ സപ്ലൈഡ് ബൈ E1, that is first estimator, per unit cost by information supplied by E2 per unit cost. ഇതാണ് കോസ്റ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ കോസ്റ്റ് എഫിഷ്യൻസി ഓഫ് ഫസ്റ്റ് എസ്റ്റിമേറ്റർ E1 is equal to variance of E2 by variance of E1, അത് ഓർത്ത് വെക്കുക കേട്ടോ, into cost of E2 by cost of E1, that is information supplied by E1 per unit cost all divided by information supplied by E2 per unit cost. ഇത് ഓർത്ത് വെക്കുക, നമുക്ക് ആവശ്യം വരുന്ന സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, അതായത് മെയിൻ ആയിട്ടുള്ള നമ്മുടെ പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഇൻട്രൊഡക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ വീഡിയോ ഒന്ന് ഭംഗിയായിട്ട് കണ്ടിട്ടിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കുറച്ചും കൂടി എളുപ്പം പഠിക്കാൻ പറ്റും. ഓക്കെ, സോ നോട്ടൊക്കെ ഒന്ന് എഴുതി വെച്ച് പഠിച്ചോ, അത്രയും നല്ലതായിരിക്കും. ആൻഡ് wait for the next video. Watch this video till the end and thank you for watching.